ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി ഇന്ത്യ. 1960 സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി. അട്ടാരി അതിർത്തി അടച്ചു. ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും 48 മണിക്കൂറിനകം മടങ്ങണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരമുള്ള യാത്രാ അനുമതി റദ്ദാക്കി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള സേനാ ഉപദേഷ്ടാക്കളെ പുറത്താക്കി. ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണമെന്ന് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മധുബനിയിൽ ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി ഇന്ത്യ. പഞ്ചാബ് വാഗയിലെ അട്ടാരി അതിർത്തി അടച്ചു. നിയമാനുസൃതമായ അനുമതിയോടെ അതിർത്തി കടന്നെത്തിയവർ മെയ് 1 മുമ്പ് തിരികെ പോകേണ്ടതാണ്. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം 55-ൽ നിന്ന് 30 കുറയ്ക്കാനും തീരുമാനം. 1960 സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy and air advisors from the Indian High Commission in Islamabad. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്നലെ വൈകുന്നേരം ചേർന്ന യോഗത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള മന്ത്രിസഭാ സമിതി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യുകയും എല്ലാ സേനകളോടും അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള പ്രതിരോധ, സൈനിക, നാവിക, വ്യോമ ഉപദേഷ്ടാക്കളെ പുറത്താക്കുന്നതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ വിടാൻ ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ, നാവിക, വ്യോമ ഉപദേഷ്ടാക്കളെ പിൻവലിക്കും. ഈ തസ്തികകൾ റദ്ദാക്കിയതായി കണക്കാക്കുമെന്ന് ശ്രീ വിക്രം മിശ്രി പറഞ്ഞു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 5 ജീവനക്കാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം SVES വിസയുള്ള പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. SVES വിസയിൽ നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. Pakistani nationals will not be permitted to travel to India under the SARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. അതിർത്തി കടന്നുള്ള തീവ്രവാദ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന്റെയും ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി സാമ്പത്തിക വളർച്ചയിലേക്കും വികസനത്തിലേക്കും കശ്മീർ മുന്നേറിയതിന്റെയും പശ്ചാത്തലത്തിലാണ് ആക്രമണം നടന്നതെന്ന് കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച മന്ത്രിസഭാ സമിതി കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച ലോകരാഷ്ട്രങ്ങളോടുള്ള നന്ദി മന്ത്രിസഭാ സമിതി രേഖപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു. വൈകിട്ട് 6 മണിക്ക് പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം നടക്കുക. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻ താഴ്വരയിലുണ്ടായ ആക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾക്കാണ് ജീവൻ നഷ്ടമായത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കശ്മീർ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പഞ്ചാബ് അതിർത്തി അടച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായും ജമ്മു കശ്മീരുമായും അതിർത്തി പങ്കിടുന്നതിനാൽ പഞ്ചാബ് അതീവ ജാഗ്രതയിലാണെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞു.
ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഉച്ചകഴിഞ്ഞ് എടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച ഭൌതികദേഹത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി മന്ത്രി പി പ്രസാദ് പുഷ്പചക്രം സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഹൈബി ഈഡൻ MP തുടങ്ങിയവരും അന്ത്യോപചാരം അർപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് BCCI. ഇന്നലെ ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് IPL മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് മൗനം ആചരിച്ചു. മത്സരത്തിലുടനീളം താരങ്ങളും മറ്റുദ്യോഗസ്ഥരും കറുത്ത ആം ബാൻഡുകൾ ധരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ബീഹാർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുബനിയിൽ ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. 13,500 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജയ്നഗർ മുതൽ പട്ന വരെയുള്ള നമോ ഭാരത് റാപ്പിഡ് റെയിലും മുംബൈയിലെ സഹർസ മുതൽ ലോകമാന്യ തിലക് ടെർമിനസ് വരെയുള്ള അമൃത് ഭാരത് എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. മുംബൈയിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യ സ്റ്റീൽ 2025 അന്താരാഷ്ട്ര പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനത്തിലും പ്രദർശനത്തിലും ആഗോള സ്റ്റീൽ മൂല്യ ശൃംഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. കഴിഞ്ഞ 4 വർഷത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സഹകരണ എക്സ്പോ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30 വരെയാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് A. ജയതിലക്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം വട്ടവും അധികാരത്തിലെത്തിയ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഇന്ന് ജില്ലാതല അവലോകന യോഗം നടക്കും. ഇലന്തൂരിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിക്കും. ഈ മാസം 21 കാസർഗോഡായിരുന്നു വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം ജില്ലാ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത്. എടപ്പഴിഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ജില്ലാ നേതൃയോഗത്തിലും സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും. വൈകിട്ട് ആറ്റിങ്ങലിൽ തിരുവനന്തപുരം നോർത്ത് ജില്ലാ വികസന കേരളം കൺവെൻഷൻ നടക്കും. സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹത്തിന് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് വിശ്വാസികൾ. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങുകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ നടന്ന പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രിയിൽ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിക്ക് ജയം. ബൾഗേറിയൻ ഇന്റർനാഷണൽ മാസ്റ്റർ നൂർഗ്യുൾ സലിമോവയായിരുന്നു എതിരാളി. ഇതോടെ അടുത്ത വനിതാ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിലേക്കുള്ള ഹംപിയുടെ യോഗ്യതാ സാധ്യതയേറി. IPLൽ ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ഹൈദരാബാദിനെ മുംബൈ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 144 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 15.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി ഇന്ത്യ. 1960 സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി. അട്ടാരി അതിർത്തി അടച്ചു. ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൌരന്മാരും 48 മണിക്കൂറിനകം മടങ്ങണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരമുള്ള യാത്രാ അനുമതി റദ്ദാക്കി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള സേനാ ഉപദേഷ്ടാക്കളെ പുറത്താക്കി. ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണമെന്ന് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മധുബനിയിൽ ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.